എത്ര ആഴമുണ്ട് മലയാളിയുടെ ഹൃദയത്തിന്? കടലോളമോ? എത്ര ഉയരത്തിലാണ് മലയാളിയുടെ സ്നേഹം? മലയോളമോ? മലയാളം എന്ന വാക്കുപോലും മലയോളം സ്നേഹമെന്ന് തിരുത്തി വായിച്ച 14 ദിനരാത്രങ്ങൾ. മല ഒരു അടയാളപ്പെടുത്തലാണ്, കുടിയേറ്റ ജനതയ്ക്ക് ജീവൻ കൊടുത്ത അടയാളം. പക്ഷേ ജീവനെടുക്കപ്പെട്ടതും മലയാൽ തന്നെയാണ്. മലയാൽ മുറിവേൽക്കപ്പെട്ടവരെ മലയാളിയല്ലാതെ മറ്റാര് ചേർത്തു നിർത്തും? ഒരുമിച്ച് ഒരു മനസ്സോടെ വയനാട്ടിലേക്ക് കണ്ണു തിരിച്ചു വെച്ചിട്ട് 14 ദിവസം പിന്നിടുകയാണ്. കേരളത്തിന്റെ അതിർത്തി വാളയാറിനപ്പുറത്തേക്ക് നീണ്ടിരിക്കുന്ന അപൂർവ കാഴ്ച. അത് രാജ്യത്തിന്റെ അതിർത്തിയും കഴിഞ്ഞ് ഭൂഗോളത്തിൽ മലയാളി ഉള്ളിടത്തെല്ലാം പരന്നിരിക്കുന്നു. ലോകം കേരളമായി. സഹായത്തിന്റെ മലവെള്ളപ്പാച്ചിൽ കണ്ടു, അനുഭവിച്ചു. രക്ഷാപ്രവർത്തനത്തിന്റെ കേരള മോഡൽ പുനരധിവാസത്തിൽ ആവർത്തിക്കണം നമുക്ക്. സർക്കാരിന് കാഴ്ചപ്പാടുണ്ട്, പ്രായോഗികതയിലേക്ക് എത്തിക്കുകയാണ് പ്രധാനം. അളവില്ലാത്ത പിന്തുണയുണ്ടാകുമെന്ന കേന്ദ്ര വാഗ്ദാനം നൽകിയ ആശ്വാസവും മലയോളം വലുതാണ്. നടപടികൾക്ക് വേഗം വേണം. നമുക്ക് വയനാടിന്റെ മുറിവുണക്കാം ഒറ്റക്കെട്ടായി. വൈകാതെ വീടൊരുക്കേണ്ടേ എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മോടൊപ്പമുണ്ട്. കോൺഗ്രസ് പ്രതിനിധി സംഷാദ് മരക്കാറാണ്. BJPയിൽ നിന്ന് P. ശ്യാമരാജ്, മേപ്പാടി ക്യാമ്പിൽ നിന്ന് ദിനേശുമുണ്ട്. ചൂരൽമല സ്വദേശിയാണ്. ആദ്യം ഞാൻ മിനിസ്റ്ററിലേക്കും ക്യാമ്പിൽ നിന്നുള്ള ദിനേശിലേക്കുമാണ് പോകുന്നത്. ദിനേശിന് ചില കാര്യങ്ങൾ പറയാനുണ്ടാകും, അതിൽ മന്ത്രിക്ക് ചില മറുപടികളും ഉണ്ടാകും. ആദ്യം മിനിസ്റ്റർ, ഇന്നത്തെ ദിവസം ലോണുകൾ എഴുതിത്തള്ളി കേരള ബാങ്ക് എന്നുള്ള നല്ല വാർത്ത കേട്ട ഒരു ദിവസമാണ്. തീർച്ചയായും വയനാട്ടിലുള്ളവർക്ക്, ഈ മുണ്ടക്കയിലുള്ളവർക്ക് ആശ്വാസമാകുന്നൊരു വാർത്തയാണത്. ഇപ്പോൾ ക്യാമ്പുകളിലെ ദിവസം, അവർ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ അവസ്ഥ എന്ന് പറയുന്നത് 14 ദിവസത്തിലേക്ക് ക്യാമ്പുകളിൽ തുടരുകയാണ് ഓരോരുത്തരും. താൽക്കാലിക വീടുകൾ എന്നുള്ളതാണല്ലോ അടുത്ത പടി. അതിനി എത്ര ദൂരമുണ്ട് മിനിസ്റ്റർ? ഇപ്പോൾ നമ്മുടെ ദുരിതബാധിതർ താമസിക്കുന്ന ക്യാമ്പ് 14ആണ്. ഈ 14 ക്യാമ്പിലുള്ളവരും സ്കൂളുകളിലാണ് താമസിക്കുന്നത്. സ്കൂളുകൾ കുട്ടികൾക്ക് പഠിക്കണം. സ്വാഭാവികമായിട്ടും സ്കൂളുകളിൽ നിന്നും ക്യാമ്പ് അംഗങ്ങളെ മറ്റ് സംവിധാനങ്ങളിലേക്ക് ടെമ്പററി റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായി മാറ്റണം. സാധാരണ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ദുരന്തങ്ങൾ ഒക്കെയുള്ള ഘട്ടത്തിൽ ക്യാമ്പുകളിലെ താമസം മാസങ്ങളോളം നീണ്ടു നിൽക്കാറുണ്ട്. മാസങ്ങളോളമല്ല, അതിലധികവും പോകാറുണ്ട്. ഇപ്പോൾ സുനാമിയുടെ ക്യാമ്പ് നമുക്കറിയാം, ദീർഘകാലമായിരുന്നു. ഇത്തവണ അത്തരം അനുഭവം വെച്ചുകൊണ്ട് ക്യാമ്പുകളിൽ നിന്നും വേഗത്തിൽ തന്നെ ടെമ്പററി റീഹാബിലിറ്റേഷനുള്ള കാര്യങ്ങൾ നിശ്ചയിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉപസമിതിയിലെ മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചും അടിവരയിട്ട് പറഞ്ഞതും ഇതാണ്. 4 രീതിയിലാണ് ആളുകൾ ക്യാമ്പിൽ നിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, സ്വയം വാടക വീട് തിരഞ്ഞെടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നു. അവർക്ക് തീർച്ചയായിട്ടും സർക്കാർ വാടകയും മറ്റ് എല്ലാ പിന്തുണയും നൽകും. രണ്ടാമത്തത്, ബന്ധുവീടുണ്ടെങ്കിൽ ബന്ധുവീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ്. മൂന്നാമത്തത്, സ്പോൺസർ ചെയ്ത വീടുകൾ, വാടക വീടുകൾ. നാലാമത്തത്, ഗവൺമെൻറ് ഫെസിലിറ്റീസ്, ഇപ്പോൾ PWD ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ള ക്വാർട്ടേഴ്സ്. ഇങ്ങനെ 4 നിലയിലാണ് ആളുകൾ ക്യാമ്പിൽ നിന്നും ടെമ്പററി റീഹാബിലിറ്റേഷൻ്റെ ഭാഗമായി അഥവാ പെർമനൻറ്റ് റീഹാബിലിറ്റേഷൻ വരുന്നത് വരെ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്. 14 ക്യാമ്പുകളിലേക്ക് 18 ടീമുകളെ ഡീറ്റെയിൽ സർവേക്ക് വേണ്ടി നിശ്ചയിച്ച് അവർ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫാമിലി പ്രൊഫൈൽ ഉൾപ്പെടെ ഓരോ കാര്യങ്ങളും സർവേയിലുണ്ട്. ഇതിലെവിടെ ആർക്ക് താമസിക്കണമെന്ന് നിശ്ചയിക്കേണ്ടത് തീർച്ചയായിട്ടും ക്യാമ്പിലെ അംഗങ്ങളാണ്. അതുൾപ്പെടെ ഈ സർവേയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. ഏത് പഞ്ചായത്തിനാണ് താല്പര്യം, ഓപ്ഷൻ 1. ഇനി അതല്ല വേറെ പഞ്ചായത്താണെങ്കിൽ ഓപ്ഷൻ 2. അങ്ങനെയാണ് കൊടുക്കുന്നത്. വളരെ വിശദമായൊരു സർവേയാണ്. സർവേ ഉടനെ തന്നെ അത് പൂർത്തീകരിക്കും. ഇവിടെ നമ്മൾ പൊതുവെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാടക വീടുകളുടെ ഒരു ലിസ്റ്റ് തന്നെ എടുത്തിട്ടുണ്ട്. 253 വാടക വീടുകൾ ഇപ്പോൾ തയ്യാറായി കഴിഞ്ഞു. പിന്നെ പല വീടുകൾ ഇപ്പോൾ ഓഫറായി. ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയുടെ MD നേരിട്ട് വന്ന് ഞങ്ങളെ വാടക വീടിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് 253 പെടുന്നില്ല. PWD ക്വാർട്ടേഴ്സും സർക്കാർ ക്വാർട്ടേഴ്സും നിലവിൽ പരിശോധന ഓഫർ വന്ന് പരിശോധിച്ച വാടക വീടുകളാണ് 253. റിപ്പോർട്ടർ TV ഉൾപ്പെടെ തന്ന നിരവധി വാടക വീടുകളുടെ പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതടക്കം വരുമ്പോൾ ഒരു 350+ ആയി. പിന്നെയും ഒരു 42 മൊത്തം ഞാൻ പറയുന്നത് ഒരു 350+ ആയി. അപ്പോൾ ആ 350-ലധികം വാടക വീടുണ്ട്. ഇതിന് പുറമെ ആളുകൾ ഇപ്പോൾ വാടക വീടും മറ്റുമായിട്ട്
തരാൻ തയ്യാറാവുന്നു. അപ്പോൾ അതിൽ ക്രമീകരണം വരുത്തണം. ആർക്ക് എവിടെ, ആ ക്രമീകരണമാണ് ഒരു ക്രൈറ്റീരിയ തീരുമാനിക്കാൻ കലക്ടറുടെ നേതൃത്വത്തിൽ 4 അംഗ ഉദ്യോഗസ്ഥ സമിതിയെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമിതി അതിൻ്റെ പ്രവർത്തനം നടത്തുന്നു. ബന്ധു മരിച്ചത്, കുട്ടി മരിച്ചത്, അച്ഛൻ മരിച്ചത്, അങ്ങനെയുള്ള പരിഗണന. പിന്നെ ഒറ്റക്ക് ആയ മനുഷ്യരുണ്ട്, കുടുംബത്തിൽ വേറെ ആരുമില്ല, ഒറ്റപ്പെട്ട ഒരാൾ. അവരെ ഒറ്റക്കൊരു വീട്ടിൽ നിർത്താനാകില്ല. അവരെ ഒറ്റയ്ക്ക് വീട്ടിൽ നിർത്തിയ മാനസികമായ പ്രയാസങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. അതുകൊണ്ട് അവർക്ക് ഒരു സർക്കാർ ജീവനക്കാരനെ ലോക്കൽ ഗാർഡിയനായി കൊടുക്കുന്നു. ആ സർക്കാർ ജീവനക്കാരൻ തീർച്ചയായിട്ടും അവരുടെ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നൊരു സ്ഥിതി, ഒരു ലോക്കൽ ഗാർഡിയനെ കൊടുക്കുന്ന സ്ഥിതിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. പിന്നെയുള്ള പ്രശ്നം, ഈ വീട് തയ്യാറാക്കി കഴിഞ്ഞാൽ അതിന് വേണ്ട ഫർണിച്ചറുകൾ ആവശ്യമുണ്ട്. കട്ടിലുകൾ വേണം, മേശ വേണം, ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാമഗ്രികൾ വേണം, അങ്ങനെ പലതും വേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനു വേണ്ടി ഒരു ബേസിക് കിറ്റ് എന്നുള്ള നിലയിൽ ജില്ലാ കളക്ടർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഒരു ഫർണിച്ചറും മറ്റ് ആവശ്യങ്ങൾക്കുമുള്ള ബേസിക് കിറ്റ് പബ്ലിക്കിനോട് കൂടി സഹായം ആവശ്യപ്പെടുകയാണ്. അവിടുത്തെ MLA-മാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വം, ഇവരെയൊക്കെ ചേർത്തുകൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. ഇവർക്കൊക്കെ ഇവരുടേതായ നിലയിൽ സർക്കാരുമായി ചേർത്തുകൊണ്ട് പ്രവർത്തിക്കാൻ ഉള്ള താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഇവർ തന്നെ അതിന് മുൻകൈ എടുക്കുന്നുണ്ട്. അത് സ്വാഗതാർഹമാണ്. യുവജന സംഘടനകൾ, ആ യുവജന സംഘടനകളും ഇതുപോലെ വാടക വീടും അതുപോലെ തന്നെ അതിനുവേണ്ട ഫർണിച്ചർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും നൽകാൻ തയ്യാറാവുകയാണ്. യുവജന സംഘടനകളെയും തയ്യാറായി വരുന്ന അവരെയും പ്രോത്സാഹിപ്പിക്കും. മറ്റ് സന്നദ്ധ സംഘടനകൾ, ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകും. ഇതിനൊരു കട്ട് ഓഫ് ഡേറ്റ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ആ കട്ട് ഓഫ് ഡേറ്റ് പ്രകാരം മുൻകാല അനുഭവങ്ങൾ, ക്യാമ്പുകൾ നീണ്ടുപോകുന്നത് പരിഹരിക്കാൻ വേണ്ടി ഇത്തവണ വേഗത്തിൽ തന്നെ ഇത്തരം കാര്യങ്ങൾ കൂടി നടപ്പിലാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് ഫലപ്രദമായി മാറും. എല്ലാവരും സഹകരിച്ചുകൊണ്ടാണ് അത് നടപ്പിലാക്കുക. അതിന് ഏകദേശം എത്ര സമയമെടുക്കും മിനിസ്റ്റർ? നമ്മൾ ഇപ്പോൾ ഈ മാസം തന്നെ അതിൻ്റെ കാര്യങ്ങൾ വേഗത്തിലാക്കാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങൾ എത്രയും വേഗത്തിൽ തന്നെ മറ്റേത് മാസങ്ങളോളം നീണ്ടുപോകുന്ന കാര്യമാണ്. ക്യാമ്പിലൊക്കെ താമസം നമുക്കറിയാം 2, 3, 4, 5, 6 മാസമാണ്. പക്ഷേ ചിലയിടത്ത് അതിലും കൂടുന്നുണ്ട്. നമ്മൾ അങ്ങനെയൊന്നും നോക്കാതെ എത്രയും വേഗത്തിൽ ഈ ഓഗസ്റ്റ് മാസം തന്നെ അതിൻ്റെ കാര്യങ്ങൾ നീക്കി മുന്നോട്ട് പോകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകണം. അത് ഇപ്പോൾ വാടക വീടിൻ്റെ ലിസ്റ്റായി. പിന്നെ ഇപ്പോൾ വാടക മറ്റ് കാര്യങ്ങൾ സർക്കാർ തന്നെ ഇപ്പോൾ അതിൻ്റെ പ്രഖ്യാപനങ്ങൾ വരും. ബേസിക് കിറ്റ്, ഫർണിച്ചർ, മറ്റ് സംവിധാനങ്ങളുടെ ലിസ്റ്റ് വരും. അങ്ങനെ എത്രയും വേഗത്തിൽ ഇത് ചെയ്യണമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റെല്ലാ കാര്യങ്ങളും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് സർക്കാർ ചെയ്യും. തീർച്ചയായും മിനിസ്റ്റർ, നമുക്ക് ക്യാമ്പിലുള്ള 2 പേർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം. ചിലപ്പോൾ ഇപ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യാമല്ലോ. മേപ്പാടി ക്യാമ്പിൽ നിന്നാണ് ദിനേശ്. അദ്ദേഹം ചൂരൽമല സ്വദേശിയാണ്. രജീഷും ചൂരൽമല സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ 5 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. ആദ്യം ഞാൻ രജീഷിലേക്കാണ് പോകുന്നത്. രജീഷ്, എന്താണ് ക്യാമ്പിൽ ഇപ്പോൾ 14 ദിവസമായി ക്യാമ്പിൽ തുടരുന്നു. ഇപ്പോൾ വീടിൻ്റെ കാര്യത്തിൽ, താൽക്കാലിക താമസത്തിൻ്റെ കാര്യത്തിൽ മന്ത്രി പറഞ്ഞത് കേട്ടല്ലോ. എന്താണ് മന്ത്രിയോട് പറയാനുള്ളത്? എത്രയും പെട്ടെന്ന് തന്നെ സാറ് നമുക്ക് വേണ്ട നടപടികൾ എടുക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എത്രയും പെട്ടെന്ന് വേറൊരു വീടുകളിൽ, ക്യാമ്പുകളിൽ നിൽക്കുമ്പോൾ നമുക്ക് വീണ്ടും എല്ലാവരും വന്ന് ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വീണ്ടും ആ ഒരു മെമ്മറീസിലേക്ക് തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് സെപ്പറേറ്റ് വീടുകൾ, അവരവരുടെ വീടുകളിൽ ഒന്ന് റിലാക്സ് ആയിട്ട് ഉറങ്ങുമ്പോൾ തന്നെ കുറച്ചൊന്ന് റിലീഫ് കിട്ടുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് നമ്മളെ പ്രത്യേകിച്ച് എല്ലാവർക്കും തന്നെ മാക്സിമം കിട്ടാവുന്ന എല്ലാവർക്കും തന്നെ മാക്സിമം സെപ്പറേറ്റ് വീട് കൊടുത്ത് നടപടി ഉണ്ടാക്കണം. ഇപ്പോൾ ക്യാമ്പിൽ എത്ര പേരുള്ള മുറിയിലാണുള്ളത് താമസിക്കുന്നത്? ഇപ്പോൾ നമ്മൾ 7 ഫാമിലിയുള്ള ഒരു റൂമിലാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. അവരുടെ ബന്ധുക്കൾ വിസിറ്റിങ്ങിന് വരും. അപ്പോൾ അവർ സ്റ്റോറി പറയും. നമ്മൾ പിന്നെ പല കൗൺസിലിങ്ങിൻ്റെ ആൾക്കാർ വരും, എല്ലാവരും വരും. നമ്മൾ എല്ലാവരുടെ അടുത്തും ഈ സ്റ്റോറീസ് റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ നമുക്ക് ശരിക്കും ചിലർക്ക് അത് മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടാക്കും. ചിലർക്ക് ചിലപ്പോൾ റിലീഫ് കിട്ടുമായിരിക്കാം. പക്ഷേ ചിലവർക്ക് അതൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെ ചെയ്യാൻ ഒരു നടപടി ഉണ്ടാവണമെന്നാണ് ഞാൻ പറയുന്നത്. അത് കൂടാതെ ക്യാമ്പിലെ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മന്ത്രിയോട് പറയാം കേട്ടോ. സാറോട് എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. എത്രയും പെട്ടെന്ന് എല്ലാവർക്കും ഒരു സേഫായിട്ടുള്ള ഷെൽട്ടർ ഉണ്ടാക്കി കൊടുക്കണം, എല്ലാവർക്കും താമസ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
കാരണം എല്ലാ സൗകര്യങ്ങളും പ്രത്യേകിച്ച് സ്കൂളുകൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ജോലി, അതിനോട് സംബന്ധിച്ച് അടുത്ത് അവരെവിടെയാണ് ജോലി ചെയ്യുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ഷെൽട്ടറുകൾ കിട്ടുവാണെങ്കിൽ ഏറ്റവും ഉചിതമായിരിക്കും. പിന്നെ ബന്ധുമിത്രാദികളൊക്കെ ഇപ്പം എൻ്റെ ഫാമിലിയിൽ ഞങ്ങൾ സഹോദരങ്ങൾ കുറേ പേരുണ്ട്. അപ്പം എല്ലാവരും അടുത്തടുത്തുണ്ടെങ്കിൽ അങ്ങനെ കഴിഞ്ഞവരാണ് ഞങ്ങൾ. അപ്പോൾ എല്ലാവരുടെയും വീടുകളും എല്ലാ ബന്ധുക്കളിൽ 10ഓളം പേര് നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി നമുക്ക് 5 പേരെ ഇനി കിട്ടാനുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് തന്നെ ഉണ്ടാവണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാക്സിമം കിട്ടുന്നതാണെങ്കിൽ നമുക്ക് അങ്ങനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാ സഹോദരങ്ങളും അടുത്തടുത്ത് തന്നെ ഉണ്ടാവണം എന്നുള്ളത്. രജീഷ് ഇപ്പോൾ ക്യാമ്പിൽ, രജീഷിൻ്റെ കുടുംബത്തിൽ രജീഷ് മാത്രമാണോ ക്യാമ്പിലുള്ളത്? എന്താണ് മാഡം? രജീഷിൻ്റെ കുടുംബത്തിൽ നിന്ന് രജീഷ് മാത്രമാണോ ക്യാമ്പിലുള്ളത്? ഒറ്റയ്ക്കാണോ ക്യാമ്പിൽ? അല്ലല്ല, എൻ്റെ അല്ല സഹോദരന്മാരുണ്ട്, 2 സഹോദരന്മാരുണ്ട്, പിന്നെ പെങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട്. 3 സഹോദരന്മാരുണ്ട്. ഒരാൾ നമ്മുടെ അനുശ്രീ എന്ന് പറഞ്ഞ കുട്ടി കണ്ടിട്ടുണ്ടാവുമായിരിക്കും, കുട്ടിയുടെ ഫാദറാണ്. അവർ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്നാണ് അവർ ഡിസ്ചാർജ് ആയിട്ട്. അപ്പോൾ ഇന്നാണ് ക്യാമ്പിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. വോളണ്ടിയർമാരൊക്കെ നന്നായി തന്നെയല്ലേ പെരുമാറുന്നത്? ചിലരെങ്കിലും പരാതി പറയുന്നുണ്ട്, അതുണ്ടെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്, അല്ലാതെ ഒരു കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഹലോ, വോളണ്ടിയർമാരൊക്കെ നന്നായി തന്നെയല്ലേ പെരുമാറുന്നത്? ഹലോ, ക്ലിയർ ആയില്ല. വോളണ്ടിയർമാരെ, ക്യാമ്പിലെ വോളണ്ടിയർമാർ നന്നായി തന്നെ പെരുമാറുന്നുണ്ടോ? നിങ്ങൾ ആവശ്യങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് നിവർത്തിച്ച് തരുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആയി. കേൾക്കുന്നില്ല. ഞാൻ ദിനേശിലേക്ക് പോകുന്നു. ദിനേശ് കേൾക്കാമോ? ഹലോ, ദിനേശിന് കേൾക്കാമോ? കേൾക്കാമോ? ദിനേശിന് എന്താണ് മന്ത്രിയോട് പറയാനുള്ളത്? ദിനേശിന് എന്താണ് മന്ത്രിയോട് പറയാനുള്ളത്? ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതെല്ലാം കേട്ടു. വളരെ നല്ല സന്തോഷമുണ്ട്. ഇപ്പോൾ നമ്മൾ വായ്പ ഒക്കെ ഒഴിവാക്കി തന്നെ വലിയൊരു കാര്യം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും കൂട്ടായ്മയോട് നിൽക്കുന്നൊരു അണ്ടറാണ് ഏറ്റവും നല്ലതെന്ന് എനിക്കും തോന്നുന്നു. കാരണം ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പലർക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ദിനേശ്, പക്ഷേ ഈ താൽക്കാലിക സംവിധാനത്തിൽ എല്ലാവർക്കും കൂടി ഒരുമിച്ച് എന്നുള്ളതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് വീട് നിർമ്മിക്കുന്ന ഘട്ടത്തിൽ ആ തരത്തിലുള്ള കാര്യങ്ങളാണ് ആലോചിക്കുന്നത്. പക്ഷേ താൽക്കാലിക സംവിധാനം അങ്ങനെ എല്ലാവർക്കും ഒരുമിച്ച് കിട്ടാനുള്ള സാധ്യതയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? എന്താ ചെയ്യുക? കുറവായിരിക്കും. അതെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട് അതൊക്കെ. പക്ഷേ എന്നാലും ആ റിലീഫിന് തിരിച്ചു വരാൻ കുറച്ച് പാടായിരിക്കും. അഭിപ്രായം കൂടി ഉണ്ട്. കിട്ടിയാൽ അടുത്തടുത്ത് കിട്ടുവാണെങ്കിൽ അത്രയും നല്ലതെന്നുള്ളൊരു. ദിനേശ് എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? ഞാൻ കൂലിപ്പണിയാണ്. വായ്പ എടുത്തിരുന്നോ? കാര്യങ്ങളൊക്കെ വായ്പ എടുത്തിരുന്നോ? ഇല്ലല്ല, അങ്ങനെ വായ്പ എടുത്തിട്ടില്ല. ഞാൻ പൊതുവെ ജനങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യമായതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ശരി. നമ്മുടെ ക്യാമ്പിലുള്ള ആൾക്കാർ പലരും നല്ല സന്തോഷത്തിലാണ് ആ കാര്യത്തിൽ അറിഞ്ഞത്. ദിനേശിനുണ്ടായ നഷ്ടം എങ്ങനെയാണ് ഈ ക്യാമ്പിലേക്ക് എത്തുമ്പോൾ? നഷ്ടം എന്ന് പറഞ്ഞാൽ വീടും കാര്യങ്ങളെല്ലാം പോയി. പിന്നെ ചേച്ചിയുടെ മോള്, ചേച്ചി, ഹസ്ബൻഡ്, അങ്ങനെ അവരെ എക്സ്ട്രാ കുടുംബത്തിലെ ഒരുപാട് അംഗങ്ങൾ, 10ഓളം അംഗങ്ങളും പിന്നെ 6 പേരെ 4 പേരെ കാണാനില്ല. കാരണം നമുക്ക് ബോഡി കണ്ട് അതിൽ നിന്നും റിക്കവറായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ വാടക വീടുകൾ പലതരത്തിലാണല്ലോ. ഇപ്പോൾ മന്ത്രി തന്നെ വിശദീകരിച്ചല്ലോ എങ്ങനെയൊക്കെയുള്ള വാടക വീടുകൾ താൽക്കാലിക സംവിധാനമാണ് ഒരുക്കുന്നതെന്ന്. അപ്പോൾ എന്താണ് ദിനേശ്, എങ്ങനെയുള്ള വീടാണ് ആലോചിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞു എല്ലാവരും കൂടി ഒരുമിച്ചുള്ളതെന്ന്. അതല്ലാതെ എന്ത് സംവിധാനമാണ് ആലോചിക്കുന്നത്? എങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്? നമുക്ക് വാടക വീട് നമ്മൾ അടുത്തടുത്ത് നമുക്ക് ഒരു ഫ്ലാറ്റായിട്ട് കിട്ടുവാണെങ്കിൽ, അങ്ങനെ ഒരു അടുത്തടുത്ത് നമുക്ക് എപ്പോഴും കമ്മ്യൂണിക്കേഷൻ നടത്തുവാണെങ്കിൽ കുറേ മാനസികമായിട്ടുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ആ ഒരു അഭിപ്രായമാണ്. എന്തെങ്കിലും കെട്ടിയാലത്തെ പിന്നെ ഒറ്റപ്പെടൽ നമ്മൾ ഒരു അണ്ടറിൽ, അതായത് ചുരമല പറഞ്ഞ ഏരിയയിൽ നമ്മൾ സഹോദരങ്ങളൊക്കെ അടുത്തടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. എപ്പോഴും വീട്ടിൽ പോലും വരലൊക്കെ ആയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഒറ്റപ്പെടുമ്പോൾ ഒരു ചെറിയൊരു മാനസിക പ്രശ്നങ്ങൾ ഓരോരുത്തർക്കായിട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഈ വയനാട്ടിൽ അങ്ങനെ ഫ്ലാറ്റുകൾ അധികം ഇല്ലല്ലോ. ഇല്ല. ഈ സർക്കാർ വക ക്വാർട്ടേഴ്സുകളായിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? അതെ, ക്വാർട്ടേഴ്സുകളാണ് തരുന്നത് പറഞ്ഞു. വാടക അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങനെ കിട്ടലുമില്ല. ഈ ക്യാമ്പിലെ ജീവിതം എങ്ങനെയാണ്? ക്യാമ്പിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ, വസ്ത്രത്തിൻ്റെ കാര്യത്തിലൊക്കെ നല്ല സമീപനം തന്നെയല്ലേ?
തീർച്ചയായിട്ടും നല്ല സമീപനമാണ്. കാരണം ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും വസ്ത്രത്തിൻ്റെ കാര്യത്തിലായാലും വേണ്ടാന്നുള്ള കാഴ്ചപ്പാടുള്ള അത്രയും കൂടുതലാണ്. ശരി മിനിസ്റ്റർ, കേട്ടല്ലോ. ഇപ്പോൾ ഈ രണ്ടുപേരുടെ കാര്യത്തിലും ഈ പറയുന്നത് ക്യാമ്പിലെ ജീവിതം തുടരുക എന്നുള്ളത് ചിലർക്ക് ആളുകളോട് സങ്കടം പറഞ്ഞു തീർക്കുമ്പോഴാണ് സമാധാനം, ചിലർക്ക് അത് കേൾക്കുന്നതാണ് ബുദ്ധിമുട്ട്. അപ്പോൾ പലതരത്തിലുള്ള മാനസികാവസ്ഥയിലൂടെ ആളുകൾ കടന്നു പോവുകയാണ്. അപ്പോൾ ക്യാമ്പിൽ ഇപ്പോൾ ഒരു മുറിയിൽ തന്നെ എത്ര പേരാണ്? 7 കുടുംബങ്ങൾ എന്ന് പറയുന്നു. ഇന്നലെ നമ്മുടെ ചർച്ചയിൽ പങ്കെടുത്ത ആൾ പറയുന്നത് 12 പേരാണ് ആ മുറിയിൽ നിന്ന്. അദ്ദേഹത്തിന് തന്നെ 3 മക്കൾ, മൂന്നാമത്തെ കുട്ടി 1.5 വയസ്സുള്ള കുഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം ഇന്നലെ പറഞ്ഞത് അദ്ദേഹത്തിന് വസ്ത്രങ്ങൾ കൊടുക്കുന്നതിലൊക്കെ ചില വോളണ്ടിയർമാർ പിശുക്ക് കാണിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. കാരണം അത് തുണി കഴുകാനുള്ള സംവിധാനമൊന്നും അവിടെ ഇല്ലല്ലോ. അപ്പോൾ ഓരോ ദിവസം പുതുത് ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്നതിന് മടി കാണിക്കുന്നു. അവിടെയുണ്ട്, ബോക്സുകളിൽ വന്ന് കിടപ്പുണ്ട്, പക്ഷേ അത് എടുത്തു കൊടുക്കാൻ മടി കാണിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, പക്ഷേ പരിഹരിച്ച് പോകാവുന്ന പ്രശ്നങ്ങളാണ്. ഈ ക്യാമ്പുകളിൽ ഇപ്പോൾ ക്യാമ്പ് തുടരുന്ന ഘട്ടം വരെ ക്യാമ്പുകളിൽ ഒരു കൃത്യമായ നിരീക്ഷണവും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ പരിഹരിക്കാനുള്ള സംവിധാനം വേണ്ടേ മിനിസ്റ്റർ? തീർച്ചയായിട്ടും ക്യാമ്പിൽ ഒരു ഉദ്യോഗസ്ഥന് ചുമതലയുണ്ട് ഓരോ ക്യാമ്പിലും. ഇപ്പോൾ ഈ പറഞ്ഞ 14 ക്യാമ്പിൽ 14 ഉദ്യോഗസ്ഥന്മാർ നോഡൽ ഓഫീസേഴ്സാണ്. ആ 14 ഉദ്യോഗസ്ഥന്മാരും അതാത് ദിവസത്തെ ക്യാമ്പിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകണം. ക്യാമ്പിൽ തന്നെ വിവിധ വിഭാഗങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. ആ ക്യാമ്പിലുള്ളവരെ കുറിച്ച് അറിയാനോ മറ്റെന്തെങ്കിലും സംശയത്തിനോ ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെടാം. അവിടെ ഒരു ഉദ്യോഗസ്ഥന് ചുമതലയുണ്ടാവും. ഭക്ഷണമുണ്ട്. ഭക്ഷണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഒരു ഉദ്യോഗസ്ഥന് ചുമതലയുണ്ട്. ഇപ്പുറത്ത് മെഡിക്കൽ വിങ് ഉണ്ട്. ക്യാമ്പിലുള്ള ആർക്കെങ്കിലും എന്ത് അസുഖമുണ്ടെങ്കിൽ മരുന്ന്, മറ്റു പരിശോധന സംവിധാനങ്ങൾ, അവിടെ ഒരു ഉദ്യോഗസ്ഥന് ചുമതലയുണ്ട്. ഇങ്ങനെ ഓരോ സെക്ഷനായി തിരിച്ച് ആ സെക്ഷൻ ഓരോ ഉദ്യോഗസ്ഥർക്ക് ചുമതലയുണ്ട്. എല്ലാ ദിവസവും മെയിൻ നോഡൽ ഓഫീസർ ഈ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കാറുണ്ട്, കാര്യങ്ങൾ പരിശോധിക്കാറുണ്ട്. ഞങ്ങൾ പങ്കെടുത്തുകൊണ്ട് ക്യാമ്പിൻ്റെ സെപ്പറേറ്റും അതല്ലാതെ നോഡൽ ഓഫീസേഴ്സിൻ്റെ മീറ്റിങ്ങും ഞങ്ങൾ നടത്താറുണ്ട്. അത്തരത്തിൽ കാര്യങ്ങൾ പരിശോധിച്ച് പോകുന്നുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ ആർക്ക് ചൂണ്ടിക്കാട്ടാം, അപ്പം ഞങ്ങൾ ഇടപെടും. അപ്പം തന്നെ ഇടപെടും, ഒരു ടീമായി നിന്നുകൊണ്ട് ഇടപെടും. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ താൽക്കാലിക പുനരധിവാസത്തിൻ്റെ പ്രശ്നം, അതും ക്യാമ്പ് അംഗങ്ങളോട് ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഒരു 18 അംഗ ടീമിൻ്റെ സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കൂടി അഭിപ്രായം എടുത്തിട്ടാണ് ചെയ്യുക. അല്ലാതെ നമ്മൾ ഇപ്പോൾ 253 വീട് തയ്യാറായി അത് ഒരു ക്രമവും ഇല്ലാതെ ആളുകളെ മാറ്റിക്കഴിഞ്ഞാൽ അതിന് പരാതി ഉണ്ടാവും. പരാതി ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇന്ന വീട്ടിൽ ഇന്നയാൾ പോകണം എന്നുള്ളതിൻ്റെ തർക്കം വരും. അപ്പോൾ അത് സിസ്റ്റമാറ്റിക് ആയിരിക്കണം. ഇപ്പോൾ ബന്ധുക്കൾ ആണെങ്കിൽ അടുത്തടുത്ത വീടുകളിൽ ബന്ധുക്കൾ, ഇപ്പോൾ ഒരു ക്വാർട്ടേഴ്സിൽ തന്നെ 3 ഫാമിലി താമസിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരേ കുടുംബങ്ങൾ. ഞങ്ങളീ പറഞ്ഞതുപോലെ സാധ്യതയുള്ള ഒരു ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ട്. ആ കാര്യവും അതിൻ്റെ ഭാഗമായി പരിശോധിക്കുന്നു. അവിടെ ഫ്ലാറ്റുകളൊക്കെ അങ്ങനെ വളരെ കുറവാണ്, നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ. അങ്ങനെ ക്യാമ്പിലുള്ളവരുടെ അഭിപ്രായം കൂടി എടുത്തുകൊണ്ടായിരിക്കും ആളുകളെ വിഭജിച്ച് നൽകുക. അതുകൊണ്ടാണ് ഇതിൻ്റെ ഈ പ്രക്രിയ നടക്കുന്നത്. ഈ പ്രക്രിയ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. സിസ്റ്റമാറ്റിക് ആയാലേ പിന്നെ പരാതി ഇല്ലാത്ത ഒരു സ്ഥിതി വരികയുള്ളൂ. അത് കൃത്യമായിട്ട് ചെയ്യുന്നു. ഈ ഒരുമിച്ച് നിൽക്കേണ്ടവരെ ഒരുമിച്ച് നിർത്താനുള്ള സംവിധാനം, വേറിട്ട് നിൽക്കേണ്ടവരെ വേറിട്ട് നിൽക്കാനുള്ള സംവിധാനം. ചിലർ സ്വയം ഞങ്ങൾ ഇന്ന സ്ഥലത്ത് ഞങ്ങളുടെ ബന്ധുവുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളാമെന്ന് പറയുന്നു. അവരെ അപ്പോൾ തന്നെ ബന്ധു വീട്ടിലേക്ക് പോകാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. ചിലർ ഇന്ന സ്ഥലത്തൊരു വാടക വീടുണ്ട്, എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ് അല്ലെങ്കിൽ എൻ്റെ ബന്ധു പറഞ്ഞതാണ്, അതുകൊണ്ട് ആ വാടക വീട്ടിൽ ഞാൻ താമസിച്ചോളാം, വാടക കൊടുത്ത് താമസിച്ചോളാം എന്ന് പറയുകയാണെങ്കിൽ അവരുടെ അഭിപ്രായം അതായിട്ട് ഉറപ്പിച്ച് പറയുകയാണെങ്കിൽ ആ സൗകര്യം ഒരുക്കി കൊടുക്കും. വാടകയും മറ്റും സർക്കാർ നൽകും. ചിലർ അങ്ങനെയല്ല, ഈ വാടക വീടുകൾ സ്പോൺസർഷിപ്പിൻ്റെ ഭാഗമായി വരുന്നിടത്തായിരിക്കണം താമസിക്കേണ്ടത്. അങ്ങനെയുള്ളവരുടെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ ആരൊക്കെ എവിടെ പോകണം, ഇതാണ് വിഷയം. ആരൊക്കെ എവിടെ പോകണം എന്നുള്ളത് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആലോചിക്കുന്നു. 4മത്തേത് സർക്കാർ ക്വാർട്ടേഴ്സ്. സർക്കാർ ക്വാർട്ടേഴ്സിൽ എങ്ങനെ ആര് പോകണം എന്നുള്ളതിനും കൃത്യമായി ഒരു രൂപരേഖ തയ്യാറാക്കുന്നുണ്ട്. കൂടുതൽ നഷ്ടം സംഭവിച്ചവരുണ്ട്, മരണം സംഭവിച്ചവരുണ്ട്, അവർക്കൊക്കെ പ്രഥമ പരിഗണന കൊടുക്കും. ആ നിലയിലാണ് ഇത് ആലോചിക്കുക. ഒരു തരത്തിലുള്ള പ്രയാസവുമില്ലാതെ ഇത് കൈകാര്യം ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് വീടൊക്കെ തയ്യാറായി നമ്മൾ ഈ കാര്യം കൂടി പ്രൊസീജിയർ കൂടി പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ചിലരിപ്പോൾ മാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെയുള്ള പ്രശ്നം ക്യാമ്പിലെ സ്ഥിതിയാണ്. ക്യാമ്പിലെ സ്ഥിതി ഞാൻ പറഞ്ഞു. പൊതുവേ മെഡിക്കൽ കൗൺസിലിംഗ് ക്യാമ്പിൽ നിന്ന് പോയാലും വേണ്ടി വരും. ഇപ്പോൾ ക്യാമ്പിൽ നൽകുന്നത് പോലെ ക്യാമ്പിൽ നിന്ന് പോയാലും
മെഡിക്കൽ കൗൺസിലിംഗ് വേണ്ടി വരും. അത് എവിടെയാണോ താമസിക്കുന്നത് താൽക്കാലികമായി അവിടെ മെഡിക്കൽ കൗൺസിലിംഗ് നൽകാനുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അതോടൊപ്പം ഇനി നാളെ പെർമനൻറ്റ് റീഹാബിലിറ്റേഷൻ സംവിധാനം വന്നാലും അവിടെയും ഈ ഒരു നിലയിലെ ഭാഗമായിട്ടാണ് അവരവിടെ താമസിക്കുന്നത്. അതിൻ്റെ മാനസികമായ പ്രയാസം, പഴയ ഓർമ്മകളൊക്കെ വരും. അവിടെയും ഈ സംവിധാനം ഉണ്ടാവും. ഇങ്ങനെ വളരെ ഏതൊക്കെ നിലയിൽ ഇടപെടാൻ വേണ്ടി പറ്റുമോ ആ നിലയിലൊക്കെ എല്ലാവരും യോജിപ്പിച്ചുകൊണ്ടാണ് ഇടപെടുന്നത്. എവിടെയെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. പോരായ്മകൾ എവിടെയെങ്കിലും ക്യാമ്പിലോ മറ്റെവിടെയെങ്കിലും ഉണ്ടായി ചൂണ്ടിക്കാട്ടാൻ മടി കാണിക്കരുത്. ഞങ്ങളുടെ നമ്പറുകളുണ്ട്, ഒക്കെ പരസ്യപ്പെടുത്തിയതാണ്. അതിലറിയിക്കാം, അല്ലാതെ അറിയിക്കാം, എല്ലാ വഴിയിലും അറിയിക്കാം. അതപ്പം തന്നെ പരിഹരിക്കാൻ ഇടപെടുക. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റിയിട്ടുണ്ട്. മാധ്യമ സുഹൃത്തുക്കൾ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളുണ്ട്, ജനപ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയ വിഷയമുണ്ട്, സാമൂഹിക പ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളുണ്ട്, ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടിയ വിഷയങ്ങളുണ്ട്. ഇതൊക്കെ അപ്പോൾ പരിഹരിക്കുന്നുണ്ട്. ആ നിലയിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയമായിരുന്നു ഈ പോക്കറ്റ് മണി എന്നുള്ളത്. ഒരു ചെറിയ തുകയെങ്കിലും അവരുടെ കയ്യിൽ, ഓരോരുത്തരുടെ കയ്യിലും വേണം. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. നേരത്തെ ജോലി എടുക്കുന്നവരാണ്, ഒറ്റ രാത്രി കൊണ്ട് ജീവിതം മാറിയവരാണ്. അപ്പോൾ ദിവസം ഒരു ചെറിയ തുകയെങ്കിലും അന്ന് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിച്ചിട്ടിപ്പോൾ കുറച്ച് ദിവസമായല്ലോ. ഒരു വീട്ടിലെ ഒരാൾക്ക് 300 രൂപ, 2 പേർക്ക് 600 രൂപ എന്നുള്ളത്. അത് എപ്പോൾ മുതൽ കൊടുത്തു തുടങ്ങും എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കുറച്ചുപേരെങ്കിലും ബന്ധുവീടുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് അതിനൊരു വൈകൽ എന്തുകൊണ്ടാണ്? ഇല്ല, വൈകലിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഉടനെ തന്നെ അത് കൊടുത്തു തീർക്കും. ഇവിടുന്ന് ബന്ധുവീട്ടിൽ പോയാൽ ബന്ധുവീട്ടിലുള്ളവർക്കും കൊടുത്തു തീർക്കും. അതിൻ്റെ എല്ലാ കാര്യങ്ങളും നടപ്പിലാകുന്നുണ്ട്. ഇന്ന് മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗത്തിൽ അത് പ്രത്യേകം ചർച്ച ചെയ്തിരുന്നു. എത്രയും വേഗത്തിൽ ആ കാര്യം നടപ്പിലാക്കും എന്നുള്ളത് ആ യോഗം പൊതുവെ വിലയിരുത്തിയാണ്. മുഖ്യമന്ത്രി പ്രത്യേകം അത് ചൂണ്ടിക്കാട്ടിയതാണ്. അതുപോലെ ലാസ്റ്റായി മന്ത്രിയോട് ചോദിക്കുകയാണ്, ഈ പുനരധിവാസത്തിന് കണ്ടെത്തിയിരിക്കുന്ന ഭൂമി, ആ ഭൂമിയിലെ ദുരന്ത സാധ്യത കൂടി പരിശോധിക്കാനായി ദേശീയ ഭൗമശാസ്ത്ര പഠന ഗവേഷണ കേന്ദ്രത്തിലെ റിട്ടയേർഡ് ശാസ്ത്രജ്ഞൻ ജോൺ മത്തായുടെ നേതൃത്വത്തിൽ 6 സംഘം അവിടെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പരിശോധന അവിടെ നടക്കുന്നു. അപ്പോൾ ഈ മുണ്ടക്കൈ, ചൂരൽമല പ്രദേശങ്ങൾക്ക് അടുത്ത് തന്നെ വേണമെന്നൊക്കെയാണ് ഇവരുടെ ആഗ്രഹം. കാരണം അതിൽ അവിടെ തോട്ടങ്ങളിൽ പണിയെടുത്തിരുന്നവരാണ്, അവിടെ ചുറ്റുവട്ടത്ത് ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ദൂരേക്ക് മാറാൻ അവർ ആഗ്രഹിക്കുന്നുമില്ല. അതേസമയം ഇവരുടെ സുരക്ഷിതത്വം നോക്കുകയും വേണം. അപ്പോൾ ഇവിടെ നിന്നും മാറി ഏറെ ദൂരെ ആയിരിക്കും ഒരു ടൗൺഷിപ്പ് കൊണ്ടുവരാൻ ആലോചിക്കുന്നത്. ഒരുപാട് ഭൂമി പെർമനൻറ്റ് റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് ഭൂമി ഗവൺമെൻറ് കണ്ടെത്തിയതുമുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു പൊതു പഠനം നടത്തി ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ളത് എത്ര, ആ സ്യൂട്ടബിളായിട്ടുള്ളതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ, അതാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. അത് വേഗത്തിൽ തന്നെ പരിശോധിച്ച് എല്ലാവരുമായി ചർച്ച ചെയ്യും. ആ വിഷയം പരിഹരിക്കുക. എല്ലാവർക്കും ആക്സസബിൾ ആകുന്ന നിലയിൽ, മറ്റ് പരാതികളില്ലാത്ത നിലയിൽ ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ചു പോകാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. വളരെ നന്ദി മിനിസ്റ്റർ പ്രതികരിച്ചതിന്. മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. കോൺഗ്രസ് പ്രതിനിധി സംഷാദ് മരക്കാറിലേക്കാണ്. സംഷാദ്, ഇപ്പോൾ വയനാട്ടിൽ ക്യാമ്പുകളിൽ ആളുകൾ പറയുന്ന കാര്യം അവർക്ക് എത്രയും പെട്ടെന്ന് താൽക്കാലിക സംവിധാനത്തിലേക്ക് മാറണമെന്നുള്ളതാണ്. അതിൽ എടുക്കുന്ന കാലതാമസം എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യം മന്ത്രി ഇന്ന് വിശദീകരിക്കുന്നുണ്ട്. മന്ത്രി ഇപ്പോൾ വിശദീകരിച്ചപ്പോൾ നിങ്ങളും കേട്ടല്ലോ. എന്താണ് ഇക്കാര്യത്തിൽ കോൺഗ്രസിന് പറയാനുള്ളത്? ക്യാമ്പുകളിൽ നിന്നും ആളുകളെ വളരെ വേഗത്തിൽ ഒരു വാടക വീട്ടിലേക്ക് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അത് 2 തരത്തിലാണ്. എനിക്കൊന്ന് ആദ്യത്തെ ഇവിടുത്തെ ഒരു ചർച്ചയിൽ തന്നെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞൊരു വാക്കാണ് അവരുടെ ഒരു പ്രൈവസിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഒരു ക്ലാസ് റൂമാണ് നമ്മളിപ്പോൾ ഒരു ക്യാമ്പായി കൊടുത്തിരിക്കുന്നത്. അതിൽ 1, 2, 3 ഫാമിലികൾ ഉള്ളതുണ്ട്, കൂടുതൽ ആളുകളുള്ളതും. അപ്പോൾ പല ഫാമിലിയിൽപ്പെട്ട പോലെ പലരും കാണാൻ വരും. അവിടെ ഒരു വല്ലാത്തൊരു പ്രശ്നം അവർക്കുണ്ട്. പക്ഷേ നമ്മളൊരു 14 ദിവസമായി ഇപ്പോൾ ക്യാമ്പ് നടക്കുന്നു. അപ്പോൾ കുറച്ച് സമയം എടുക്കാം, അതിൽ തർക്കമില്ല. പക്ഷേ ആ വാടക വീട്ടിലേക്ക് മാറുന്നതിൻ്റെ വേഗത നമ്മൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അത് വളരെ പെട്ടെന്ന് ആളുകൾക്ക് ഉചിതമായ വാടക വീടുകൾ കണ്ടെത്തും. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ സർക്കാർ കെട്ടിടങ്ങൾ, സൗജന്യമായി ആളുകൾ നൽകാവുന്ന കെട്ടിടങ്ങൾ, നമ്മൾ വാടക നൽകേണ്ട കെട്ടിടങ്ങൾ. പക്ഷേ നമ്മളിപ്പോഴൊരു ഒരു കാര്യത്തിൽ ഒരു വാടക എത്രയാണ് സർക്കാർ കൊടുക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ ഈ ക്യാമ്പിൽ നിന്നുള്ള ആളുകൾക്ക് തന്നെ അവരുടെ വ്യക്തിബന്ധം ഉപയോഗിച്ച് വാടകയ്ക്ക് വീടുകൾ കണ്ടെത്താൻ പറ്റും. അത് നമ്മൾ പുത്തുമലയിൽ അത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ അത് കണ്ടെത്തുമ്പോൾ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് എത്ര വാടക സർക്കാരിൽ നിന്നും ലഭിക്കും എന്നുള്ളൊരു ഉത്തരവ് നമുക്കിതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് നമ്മളൊന്ന് ക്ലാരിറ്റി വരുത്തി ഇത്രയും തുക നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ ആ തുകയ്ക്കനുസരിച്ചുള്ളൊരു വാടക വീട് അവരും സ്വമേധയാ കണ്ടെത്തും. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഈ ക്യാമ്പിൽ നിന്ന് വരെ മാറ്റാൻ പറ്റൂ.
അതിനോടൊപ്പം ആ വീടുകളിലേക്ക് വേണ്ട മുഴുവൻ ഉപകരണങ്ങൾ അത് സന്നദ്ധ സംഘടനകൾ ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്. ക്യാമ്പിലേക്ക് നിന്നും വീടുകളിലേക്ക് മാറിയ ആളുകൾക്കൊക്കെ സന്നദ്ധ സംഘടനകൾക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊരു മാസമായി നമ്മൾ കൊടുക്കണമെങ്കിൽ ചിലപ്പോൾ സന്നദ്ധ സംഘടനകൾ കൊണ്ട് മാത്രം അത് പൂർത്തിയാക്കാൻ പറ്റില്ല. അവിടെ സർക്കാരിൻ്റെ കൃത്യമായൊരു ഇടപെടൽ വരണം. അതായത് കട്ടിൽ, കിടക്ക, അവരുടെ ആ ഒരു വീട് തുടങ്ങാനുള്ള ഗൃഹോപകരണങ്ങൾ മുഴുവൻ സർക്കാർ സംവിധാനത്തിൽ ഒരുക്കി നമ്മൾ കൊടുക്കണം. ഇനി അതിൻ്റെ സഹായിക്കുന്ന സന്നദ്ധ സംഘടനകൾ ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും ചേർത്ത് നിർത്തി തന്നെ മുന്നോട്ട് പോകണം. പിന്നെ നമ്മുടെ ക്യാമ്പിലുള്ള നമ്മളുടെ ആളുകളൊക്കെ പറഞ്ഞതുപോലെ അവർക്ക് കൂടുതൽ താല്പര്യം മേപ്പാടിയോടടുത്ത് വാടക വീടുകൾ കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ പുത്തുമലയുമായി ബന്ധപ്പെട്ട് 54 ആളുകൾക്ക് വേണ്ടി വാടക വീട് എടുക്കാൻ ശ്രമിച്ചപ്പോൾ പോലും നമുക്കത് പൂർണ്ണമായും മേപ്പാടിയിൽ കിട്ടിയില്ല. നമ്മൾ മൂപ്പൈനാട് അടക്കം എടുക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു മേഖല മൂപ്പൈനാട്, മേപ്പാടി, കൽപ്പറ്റ മുനിസിപ്പാലിറ്റി, വൈത്തിരി പഞ്ചായത്ത്, മുട്ടിൽ പഞ്ചായത്ത്, അമ്പലവയൽ, ഇതാണ് അവരുടെ ഒരു സർക്യൂട്ട്. അതിനകത്താണെങ്കിൽ അവർക്ക് കുറച്ചുകൂടി പ്രിഫറൻസ് നല്ലതാണ്, അവർക്ക് കുറച്ചുകൂടി താല്പര്യമുള്ള മേഖല. അപ്പോൾ അങ്ങനെ തന്നെ ഇത് കണ്ടെത്തുക എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കാരണം 2 രീതിയിലാണ്. ഒന്ന്, നമ്മൾ ക്യാമ്പിൽ നിൽക്കുന്ന ആളുകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അവർക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. ഈ ക്യാമ്പുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുന്നൊരവസ്ഥയുണ്ട്. ഇപ്പോൾ ഈ 14 ക്യാമ്പുകൾ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ 14 സ്കൂളുകളാണ്. മേപ്പാടി സ്കൂള്, സെൻറ്റ് ജോസഫ്സ്, ഇപ്പുറത്ത് ഡീപോൾ, അങ്ങനെയുള്ള SKMG കുറേ സ്കൂളുകളുണ്ട്. ആ സ്കൂളിലെ വിദ്യാഭ്യാസവും 14 ദിവസമായി ഇപ്പം നമ്മൾ മുടങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികളും അവിടുത്തെ രക്ഷിതാക്കളും നമുക്കിപ്പോൾ ഫോൺ വിളിക്കാൻ തുടങ്ങി, എങ്ങനെയെങ്കിലും അവിടെ ഞങ്ങളുടെ സ്കൂൾ തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടിനെ അതിജീവിക്കണമെങ്കിൽ ഈ ഒരു പദ്ധതി വേഗതയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം സർക്കാർ ഒരു വാടക നിശ്ചയിക്കണം. ആ വാടക ഇവർക്ക് അറിയിച്ചാൽ ഇവരും സ്വമേധയാ വീടുകൾ കണ്ടെത്താനുള്ള തയ്യാറെടുപ്പുണ്ട്. ഇപ്പോൾ കുറച്ച് ആളുകളൊക്കെ സ്വന്തം നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു 4-5 ആളുകളെ അവർ കണ്ടെത്തി പോകുന്ന ആളുകളൊക്കെ നമുക്കും അറിയാം, അവരങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അവരൊരു വാടക ലഭിക്കുമെന്നുള്ള. പക്ഷെ ഒരു കാര്യം, ഈ വാടക എത്രയാണെങ്കിലും 1 വർഷത്തെ വാടക സർക്കാർ അടയ്ക്കുക എന്നുള്ളതിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത് എന്നുള്ളതാണ്. കാരണം അത് ഭാഗികമായോ അല്ലെങ്കിൽ ഘട്ടമായോ ഗഡുക്കളാക്കിയോ ഉണ്ടായാലുള്ള പ്രശ്നം പുത്തുമലയിലേതുപോലെ പകുതി എത്തുമ്പോൾ ഈ സ്കീം നിലച്ചു പോവുകയും ഈ നമ്മൾ വാടകയ്ക്ക് പറഞ്ഞയച്ച ആളുകളും ആ വാടക ഉടമസ്ഥനും തമ്മിലുള്ള തർക്കത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്ന സാധ്യത വരും. 1 വർഷത്തെ വാടക കൃത്യമായി അയച്ച് അതിനപ്പുറം ഇതിലൊരു പ്ലാനും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മേപ്പാടി ഗവൺമെൻറ് സ്കൂളിലേക്കാണ് ഇനി വെള്ളാർമല സ്കൂളിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. മുണ്ടക്കൈയിലെയും ചൂരൽമലയിലെയും അട്ടമലയിലെയും കുട്ടികളാണ് കൂടുതൽ മുണ്ടക്കൈ സ്കൂളിൽ LP മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന ആളുകൾ. +2 കുറച്ച് പേര് പുറത്തുനിന്നുണ്ടാവും. ആ കുട്ടികൾക്ക് ഈ മേപ്പാടി പരിസരങ്ങളിൽ വീട് ലഭിക്കുകയാണെങ്കിൽ അവരുടെ തുടർന്നുള്ള വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് മേപ്പാടിയിൽ എളുപ്പമാണ്. പക്ഷേ കുറച്ച് ദൂരത്താണ് അവർക്ക് വാടക വീട് ലഭിക്കുന്നതെങ്കിൽ അവരുടെ വിദ്യാഭ്യാസത്തെ കൂടി കൺസിഡർ ചെയ്യണം. ആ കുട്ടികൾക്കുള്ള വാഹന സൗകര്യം 1ാം ഘട്ടത്തിൽ നമ്മൾ ഒരുക്കണം. കുട്ടികൾക്കുള്ള വാഹന സൗകര്യം, 1 വർഷത്തെ വാടക, വീട്ടുപകരണങ്ങൾ എത്രയും വേഗതയിൽ ഇത് മുന്നോട്ട് പോവുകയും ചെയ്താലാണ് ക്യാമ്പുകൾ നമുക്ക് കട്ടാക്കാൻ പറ്റുകയുള്ളൂ. ഇവരെ നമുക്ക് സ്വതന്ത്രമായി ഇവരുടെ ഒരു പ്രൈവസിയെ മാനിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് ഈ തീരുമാനത്തിൽ എത്തുകയും വേണം. തീർച്ചയായും പ്രധാനപ്പെട്ട പ്രസക്തമായ ചില കാര്യങ്ങൾ തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കുമെന്ന് തന്നെ കരുതാം. സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? ഈ നിർദ്ദേശങ്ങൾ നിങ്ങൾ അറിയിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? തീർച്ചയായും നമ്മളെല്ലാ മീറ്റിങ്ങിലും നമ്മൾ ഈ ആശയങ്ങളെല്ലാം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ശരി, ശ്യാംരാജ്, BJP പ്രതിനിധി ശ്യാംരാജ്, എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഈ 14 ദിവസത്തേക്ക് എത്തുമ്പോൾ ഇതുവരെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഇവർക്ക് ആശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കേന്ദ്ര സർക്കാരിൽ നിന്നും ഒരു വലിയ സഹായമാണ് സംസ്ഥാനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും സ്മൃതി, അത് പ്രധാനമന്ത്രി നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു. ഈ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുനരധിവാസത്തിന് പണം ഒരു പ്രശ്നമാവുകയില്ല എന്നുള്ളത്. കാരണം അദ്ദേഹം തന്നെ നമ്മുടെ ഈ വയനാട്ടിൽ നടന്നിട്ടുള്ള ഈ ഒരു ഉരുൾപൊട്ടലിനേക്കാളും വലിയ ഒരു ദുരന്തത്തെ അതിജീവിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 2001 ഗുജറാത്തിലെ വലിയൊരു ഭൂകമ്പം, ഏകദേശം 13,000 തൊട്ട് 20,000-ഓളം ആളുകൾ മരിച്ച, 4 ലക്ഷത്തിലധികം വരുന്ന കെട്ടിടങ്ങൾ തകർന്ന, 3,80,000-ഓളം വരുന്ന വീടുകൾ പുനർനിർമ്മിക്കേണ്ടി വന്ന വലിയൊരു ദുരന്തം നേരിട്ട വലിയൊരു അനുഭവ സമ്പത്ത് കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിനെയെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു നമുക്ക് സമഗ്രമായിട്ടുള്ള ഒരു പാക്കേജ് തന്നെയായിരിക്കും കേരളത്തിന് ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല.
കേരളത്തിൽ വന്ന സമയത്ത് കേവലമായിട്ടുള്ള ഒരു ഹെലികോപ്റ്റർ സന്ദർശനത്തിനപ്പുറത്തേക്ക് ആ ഉരുൾപൊട്ടിയ മേഖല മുഴുവൻ നടന്ന് കണ്ട് അദ്ദേഹത്തിന്റെ പ്ലാനിലുണ്ടായിരുന്നത് നേരെ വന്നിട്ട് ബെയിലി പാലത്തിന്റെ കുറച്ച് ബെയിലിപ്പാലം ഹെലികോപ്റ്റർ ഇറങ്ങി ബെയിലി പാലത്തിൽ കൂടി നടന്ന് കുറച്ച് മുമ്പോട്ട് പോയിട്ട് തിരിച്ചു പോകുക എന്നുള്ളതായിരുന്നെങ്കിൽ വന്നപ്പോൾ ആ പ്ലാൻ തന്നെ മാറ്റി നേരെ നമ്മുടെ സ്കൂളിലേക്ക് പോയി സ്കൂൾ പരിസരം മുഴുവനായിട്ട് കണ്ട് സ്കൂളിൽ എത്ര കുട്ടികൾ ഉണ്ടായിരുന്നു, അവരുടെ അവസ്ഥ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി അതിനുശേഷം തിരിച്ചു വന്ന് ബെയിലി പാലത്തിലൂടെ നിങ്ങളൊരു പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്പെഷ്യലായിട്ടുള്ള ഷൂസ് ഒന്നുമില്ലാതെ അദ്ദേഹം ഇട്ടുകൊണ്ട് വന്ന അതേ ചപ്പലുകൾ തന്നെ ഇട്ടുകൊണ്ടാണ് ഏകദേശം 3/4 മണിക്കൂറോളം 1 കിലോമീറ്റർ അടുത്ത് അദ്ദേഹം യാത്ര ചെയ്ത ദുരന്ത മേഖല മുഴുവൻ കണ്ടത്. അതിനുശേഷം നമ്മുടെ കുഞ്ഞ് നൈസമോളെ എടുത്തിട്ട് അദ്ദേഹത്തിന്റെ വാത്സല്യവും ആ ഒരു കളങ്കമില്ലാത്ത വാത്സല്യവും ആ ക്യാമ്പിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളോടുമുള്ള അദ്ദേഹത്തിന്റെ കരുതലെല്ലാം നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകരും ഞങ്ങളടക്കമുള്ള പാർട്ടി പ്രവർത്തകരും പൊതുജനങ്ങളും മുഴുവൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് 10 ദിവസത്തിനുള്ള സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിൽ സമർപ്പിക്കാം എന്നാണ്. തീർച്ചയായിട്ടും ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം വളരെ നമുക്കെല്ലാവർക്കും ഈ പുനരുദ്ധാരണത്തിന് ഉതകുന്ന രീതിയിലുള്ള വലിയൊരു രീതിയിലുള്ള ഒരു എമൗണ്ട് ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കേരളത്തിൽ തന്നെ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ദുരന്തങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഓഖി ആയിക്കോട്ടെ, പുറ്റിങ്ങലായിക്കോട്ടെ, അതിനുശേഷമുണ്ടായ 2018 പ്രളയമായിക്കോട്ടെ, ആ സമയങ്ങളിലെല്ലാം അവിടെയെല്ലാം പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു. ഈ ഓഖി ദുരന്തത്തിന് ശേഷം പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ 1400-ലധികം വീടുകളാണ് നിർമ്മിച്ച് നൽകിയിട്ടുള്ളത്. ഈ 2018 പ്രളയം ഉണ്ടാകുന്ന സമയത്ത് തുടക്കത്തിൽ തന്നെ 600 കോടിയുടെ ഒരു പാക്കേജ് കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ അതോടൊപ്പം തന്നെ ആർമിയുടെ സേവനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ സമയത്തും ഇവിടെ ഈ വയനാട്ടിലെ ഈ ചൂരൽമലയിലെ ഈ ഉരുൾപൊട്ടലുണ്ടായ സമയത്തും ആർമിയുടെ അതോടൊപ്പം തന്നെ നമ്മുടെ മുഴുവൻ ഡിഫൻസ് സംവിധാനങ്ങളുടെയും ഒരു പ്രവർത്തനം നമ്മളൊക്കെ കണ്ടതും അവരെയൊക്കെ നമ്മൾ വളരെയധികം അഭിനന്ദിച്ചതും അതോടൊപ്പം അവിടെ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടേത് മാത്രമല്ല അവിടെ കൂടിയിരുന്ന നമ്മളടക്കമുള്ള മലയാളികളോടൊപ്പം തന്നെ അവിടെ നിന്ന് പോകുന്ന ആർമിയിലെ ആളുകൾ അടക്കമുള്ളവരുടെ കണ്ണ് നിറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ അതുകൊണ്ട് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരും കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളും നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും. ഈ കേരളത്തിൽ നിന്നുള്ള സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടുന്ന പടിക്ക് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു സഹായം തന്നെ ഉണ്ടാവും. എനിക്കിവിടെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടുള്ളത്, കേരളത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ, ഒരു പദ്ധതി തയ്യാറാക്കുന്ന സമയത്ത് ഇൻക്ലൂസീവ് ആകണം എന്ന് ഒരു സജഷൻ കൂടി എനിക്ക് വെക്കാൻ വേണ്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ മേഖലയിലുണ്ടായിരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളെ കുറിച്ചിട്ട് നമ്മളൊന്നും അധികം ഈ ഉരുൾപൊട്ടിയ ഇടങ്ങളിൽ അധികം ആളുകൾ ഇല്ലായിരുന്നെങ്കിലും അതിന് ചുറ്റുവട്ടത്തുള്ള ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ ആളുകളെ കുറിച്ചിട്ട് നമ്മളധികം ചർച്ച ചെയ്ത് കേട്ടില്ല. ഞാനത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, ഈ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ചയിലധികം ഞാൻ ഈ വയനാട്ടിലുണ്ടായിരുന്നു. അതിലൊരു ദിവസം നിലമ്പൂരായിരുന്നു. അപ്പൊ നിലമ്പൂര് ഇരുട്ടുകുത്തി കോളനിയിലൊക്കെ പോയ സമയത്ത് നിങ്ങളടക്കമുള്ള മാധ്യമപ്രവർത്തകര് ഈ ചാലിയാർ പുഴയിൽ നിന്ന് മൃതദേഹങ്ങൾ എടുത്ത് അത് മറുകരയ്ക്ക് എത്തിക്കുന്ന ട്രൈബ്സിനെ കുറിച്ചിട്ട്, ഈ ചെങ്ങാടത്തിൽ മറുകരയ്ക്ക് എത്തുന്ന ട്രൈബ്സിനെ കുറിച്ചിട്ട് വലിയ വാർത്തകൾ കൊടുക്കുകയുണ്ടായി. 2018 പൊളിഞ്ഞ ഒരു പാലം അവരുടെ ആ കോളനിയിലേക്ക് ഉണ്ടായിരുന്നു. അപ്പൊ 2018 അത് പൊളിഞ്ഞിട്ട് പിന്നീട് ഇതുവരെ പുനർനിർമ്മിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആ ഒരു ചങ്ങാടത്തിലിരുന്നൊരു സ്ത്രീ പ്രസവിക്കുക കൂടി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ സ്ത്രീയെ മറുകരയ്ക്ക് കൊണ്ടുപോയിരുന്ന പുരുഷന്മാർ അവരുടെ മുണ്ട് വലിച്ചു കെട്ടിയിട്ട് ഒരു മുറി പോലെ ആക്കിയിട്ടാണ് പ്രസവാനന്തര ശുശ്രൂഷകൾ നടത്തിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഈ ഒരു പ്ലാൻ തയ്യാറാക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് നമ്മുടെ ഈ ഒരു ഉരുൾപൊട്ടലിൽ അഫക്റ്റഡ് ആയിട്ടുള്ള മുഴുവൻ ജനങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി. അതോടൊപ്പം ഈ വാടകയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം പലയിടങ്ങളിലും വാടകയുമായിട്ട് ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സമഗ്രമായിട്ടുള്ള ഒരു പദ്ധതി നാം രൂപീകരിക്കേണ്ടതായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് പ്ലാൻ കിട്ടുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ പിന്തുണകളും നമുക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ശരി, എനിക്ക് ക്യാമ്പിലെ ജീവിതത്തെക്കുറിച്ച് രജീഷിൽ നിന്നും അതോടൊപ്പം തന്നെ ദിനേശിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മേപ്പാടി ക്യാമ്പിൽ നിന്ന് ദിനേശും രജീഷുമുണ്ട്. രജീഷ്, ഈ ക്യാമ്പിലെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ദിവസം എങ്ങനെയാണ് നീങ്ങുന്നത്? ഈ ക്യാമ്പിൽ തന്നെ കഴിച്ചുകൂട്ടുകയാണോ? താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ 7 കുടുംബങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നു ഒരു മുറിയിൽ എന്നുള്ളൊരവസ്ഥ. ക്യാമ്പിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് പോകാറുണ്ടോ? പുറത്തേക്ക് പോകുമ്പോഴാണ് ഞാൻ നേരത്തെ മന്ത്രിയോടും ചോദിച്ചതാണ്, ഒരു പോക്കറ്റ് മണി എന്ന നിലയ്ക്ക് ഒരു ചെറിയ തുക എല്ലാ ദിവസവും കിട്ടുന്ന രീതിയിലുള്ള സംവിധാനത്തിലേക്ക് അത് വൈകില്ല എന്നും മന്ത്രി പറയുന്നു. പക്ഷേ അതില്ലാതെ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഒരു ചായ കുടിക്കാൻ സാധിക്കില്ല. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഒരു ദിവസം നീങ്ങുന്നത്? 24 മണിക്കൂർ എങ്ങനെയാണ്?
നമ്മൾ ക്യാമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവില്ല. പിന്നെ എല്ലാം എന്താ പറയുക, അറിയാവുന്ന ആളുകളാണ്. ആരുടെ കൂടെ പോയാലും നമുക്കൊരു ചെറിയൊരു ഹെൽപ്പെങ്കിലും ആരും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകുന്നതുകൊണ്ട് ഇപ്പോൾ വലിയ ബുദ്ധിമുട്ടുകളില്ല. പക്ഷെ എന്നാലും ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് ക്യാമ്പിൽ. അപ്പം അത് അവർക്ക് പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ക്യാമ്പിൽ തന്നെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ എപ്പോഴും ക്യാമ്പിലുണ്ട്. അതുകൊണ്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടെ മാനസികമായിട്ടും കുറച്ചൊരു ഇതുണ്ടാവും എന്നാണ്, ആശ്വാസം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രജീഷ് പുറത്തേക്ക് പോകാറുണ്ടോ? ക്യാമ്പിന് പുറത്തേക്ക് പോകാറുണ്ട്? ദിവസം പോവോ? ഞാൻ ഇല്ല, ദിവസം പോവില്ല. ഞാൻ ഇടയ്ക്കേ പോവുള്ളൂ. ഞാൻ ഇടയ്ക്ക് പിന്നെ നമുക്ക് എവിടെയും നമുക്ക് പ്രത്യേകിച്ച് എവിടെയും പോകാനില്ലല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകും, അതുപോലെ തിരിച്ചു വരും. നമുക്ക് ഏത് ഭാഗത്തേക്കാണ് പോവുക? ഈ പറഞ്ഞതുപോലെ എല്ലാം തകർന്ന പ്രദേശത്തേക്ക് പോകാൻ സാധ്യമല്ല. പിന്നെ അങ്ങോട്ട് മേപ്പാടിയിലേക്കാണ്. മേപ്പാടി ക്യാമ്പിന് പുറത്തെന്ന് പറഞ്ഞാൽ മേപ്പാടി അല്ലേ? മേപ്പാടിയിൽ പോകാം. അതെ, ടൗണിലേക്ക്. അതെ, അത് അവിടെ പോകും, ജസ്റ്റ് തിരിച്ചു വരും, അത്രേ ഉള്ളൂ. സുഹൃത്തുക്കളൊക്കെ പുറത്തുനിന്ന് കാണും ഒന്നുള്ള ഒരു ഇതിലല്ലല്ലോ ഇപ്പൊ. വരുന്നവരൊക്കെ എന്നെ വിളിക്കും. അപ്പം ജസ്റ്റ് പുറത്ത് പോയിട്ട് ജസ്റ്റ് അവരുമായിട്ട് കുറച്ച് നേരം സംസാരിച്ചിരിക്കും. ഇപ്പം ക്യാമ്പിൻ്റെ അകത്തേക്ക് അധികം സമയം പ്രവേശനമില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ആശ്വാസം എന്ന് പറയുന്നത് നമ്മൾ സുഹൃത്തുക്കൾ വിളിക്കുമ്പോഴും അവരോട് കൂടെ കുറച്ച് സമയം ചെലവഴിക്കുമ്പോഴാണല്ലോ. അപ്പോൾ അവർ വിളിക്കുമ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് സമയം പുറത്ത് പോയിട്ട് അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ എന്താ ചായയോ എന്തെങ്കിലും മേടിച്ചു തരുന്നുണ്ടെങ്കിൽ അവരങ്ങനെ മേടിച്ചു തരും. അല്ലാതെ നമ്മളായിട്ട് അങ്ങനെ വേറെ ഒന്നിനും അങ്ങനെ പോകാറില്ലല്ലോ. ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കങ്ങനെ എവിടെയും പോകാനുള്ള മാനസികാവസ്ഥയല്ലല്ലോ. ദിനേശ്, നിങ്ങളുടെ ജീവിതം എങ്ങനെയാണ്? ഞാൻ അതേ ചോദ്യം താങ്കളോട് ചോദിക്കുകയാണ്. ഞാനും ഇതുപോലെ ക്യാമ്പിൽ ഒരു പകുതി മുക്കാൽ സമയം ക്യാമ്പിൽ തന്നെ ചുളാക്കും. വൈകിട്ട് സമയം ആകുമ്പോൾ ഒരു കുറച്ച് നേരം ടൗണിലേക്കോട്ട് ഇറങ്ങി വരും. പിന്നെ ചൂരമല പോകാറുണ്ട്. അവിടെയും പോകുമ്പോൾ വേറൊരു അന്തരീക്ഷമാണ്. ഈ തിരച്ചിൽ നടക്കുന്ന സ്ഥലത്തേക്ക് പോകുമോ? ചൂരമലൊക്കെ പോകുമ്പോൾ ഇന്നലെ ജനകീയ തിരച്ചിലിനൊക്കെ 2 പ്രാവശ്യം ഞാൻ പോയിരുന്നു. ക്യാമ്പിൽ അധിക നേരം നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടോ? മാനസികാവസ്ഥയുണ്ടോ? നേരത്തെ ഇപ്പോൾ ഈ രജീഷ് പറഞ്ഞതുപോലെ ആളുകൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ടെൻഷനായിട്ടുള്ള നമുക്ക് ക്യാമ്പിൽ നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ പിന്നെ പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് കുറേ നേരം സമയം പോകും. പിന്നെ കുറേ ആൾക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അതിലും കുറച്ച് റിലീഫ് കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. ശരി, സംഷാദ് മരക്കാർ, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ സഹായധനം, ചെറിയ തുക ദിവസവുമുള്ള സഹായധനം എന്നുള്ളത് അത് വൈകില്ല എന്ന് പറയുന്നു. പക്ഷേ അതും ഇപ്പോൾ ഇതുവരെ കൊടുത്തിട്ടില്ല. 2 ആഴ്ച മുമ്പാണ് മുഖ്യമന്ത്രി അക്കാര്യത്തിലൊരു ഉറപ്പ് നൽകിയിരുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ചൊക്കെ ചില കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ചെയ്യാൻ സാധിക്കില്ലേ? തീർച്ചയായും. നമ്മൾ ഒരു മീറ്റിങ്ങുകളിൽ തന്നെ നമ്മളും പറഞ്ഞതാണ്, ഇത്തരത്തിൽ അവരുടെ കയ്യിൽ ഒരു തുകയുമില്ല എന്നുള്ളതും. അവർ ഉടുതുണിയോടുകൂടി ഓടി വന്ന ആളുകളാണ്, എല്ലാം നഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ അവർക്ക് പുറത്തു പോകാനും അവർക്ക് അവരുടേതായൊരു കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ചെറിയൊരു സാമ്പത്തിക സഹായം, ആശ്വാസധനം കൊടുക്കണമെന്നുള്ളതാണ്. നമ്മൾ 25,000 രൂപയെങ്കിലും ഇവർക്ക് കൊടുക്കണമെന്നുള്ളതാണ്. സർക്കാർ അത് 10,000 രൂപയാണ് പ്രഖ്യാപിച്ചത്. എന്നാലും കുഴപ്പമില്ല. പക്ഷേ ആ 10,000 രൂപ അടിയന്തരമായി ഇവർക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു കാര്യമാണ്. കാരണം ഇവർക്ക് പലരും ഇപ്പോൾ ഇന്ന് ഞാൻ ക്യാമ്പിൽ പോയപ്പോൾ മൊബൈലിൽ നിന്ന് തിരിച്ചു വിളിക്കാൻ പറ്റാത്ത ഒരാളെ തിരഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ തിരിച്ചു വിളിക്കാൻ പറ്റാത്തതിൻ്റെ സാഹചര്യം മൊബൈൽ റീചാർജ് ചെയ്യാത്തതുകൊണ്ടാണ്, കാശില്ലാത്തതുകൊണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ പല ക്യാമ്പിലുണ്ട്. എല്ലാവർക്കും ഉണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ചില ആളുകൾ അവർക്ക് അറിയാം. കുറച്ച് ആളുകൾക്കൊക്കെ ഈ പ്രയാസമുണ്ട്. അവർക്കത് ആരോട് പറയണം എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ക്യാമ്പിൽ നമുക്ക് ഭക്ഷണത്തിന് വേണ്ടി പറയാം, വസ്ത്രത്തിനെ കുറിച്ച് പറയാം, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചൊക്കെ നമുക്ക് ക്യാമ്പിൽ പറയാൻ വളണ്ടിയേഴ്സിനോടൊക്കെ പറയാം. പക്ഷേ ഇത്തരം ചില ആവശ്യങ്ങളുണ്ട്, വ്യക്തിപരമായ ആവശ്യങ്ങൾ. അത് പറയാൻ അവർക്കൊരു സ്പേസ് ഇല്ല. ആ സ്പേസ് അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ്. ആ സ്പേസ് അവർക്ക് കൊടുക്കണമെങ്കിൽ ഈ ഒരു ആശ്വാസധനം അവർക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ റീഹാബിലിറ്റേഷൻ നമ്മൾ പറയാതെ വിട്ടുപോയ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മളൊരു 21 ആളുകളുണ്ട് നമുക്കിപ്പോൾ ക്യാമ്പുകളിലും ഹോസ്പിറ്റലൊക്കെ ആയിട്ട്. അവർ സിംഗിളാണ്. ഇനി അവരുടെ കുടുംബത്തിൽ അവർ മാത്രമേ ഉള്ളൂ. അതിലൊരു 6 പേര് 18 വയസ്സിന് താഴെയുള്ള ആളുകൾ, മറ്റ് കുറച്ച് പ്രായമായ ആളുകളാണ് ബാക്കിയുള്ള ആളുകൾ. അവരുടെ ഒരു റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമായിരിക്കും. കാരണം ഈ ആളുകൾ ഒറ്റയ്ക്കാണ്. അവരുടെ ഫാമിലിയിൽ ഇപ്പോൾ അച്ഛനും അമ്മയും അനിയത്തിയും
മരണപ്പെട്ട ആളുകളാണ്. അപ്പോൾ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അവർ നമ്മൾ എങ്ങനെ റീഹാബിലിറ്റ് ചെയ്യുമെന്ന്, അപ്പോൾ ഒരു വാടക വീട് മാത്രം എടുത്തുകൊണ്ട് കാര്യമില്ലല്ലോ. ഒരു മെൻ്റലി ഒരിക്കലും ഒരു സപ്പോർട്ട് അവർക്ക് കിട്ടില്ല. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടെ ഈ ഒന്നാം ഘട്ട പുനരധിവാസത്തിൽ തന്നെ വരണമെത്. കാരണം അവർ ക്യാമ്പിലാണുള്ളത്. ക്യാമ്പിൽ നിന്ന് എല്ലാവരും വാടക വീട്ടിലേക്ക് പോകുമ്പോൾ ഈ ഒറ്റപ്പെട്ട ആളുകൾ ജീവിതത്തിൽ ഇനി ഒരിക്കലും ആരും തിരിച്ചു വരാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആളുകളെ നമ്മൾ എങ്ങോട്ട് പറഞ്ഞു വിടും. അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പരിഗണന അത്തരം ചില ആളുകൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൂടെ സർക്കാർ ഗൗരവത്തിൽ ഇടപെട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രമേ അവരുടെ ഒരു റീഹാബിലിറ്റേഷൻ പോവുകയുള്ളൂ എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റത് നേരത്തെ അദ്ദേഹം BJPയുടെ പ്രതിനിധി പറഞ്ഞ പോലെ നമ്മൾ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ കൺസിഡറേഷനാണ്. അത് ഉറപ്പായും ഉണ്ടാവണം. തന്നെയാണ് നമ്മൾ ഈ പാടികളിൽ കഴിഞ്ഞിരുന്ന പിന്നെ അതിഥി തൊഴിലാളികളായ ഒരുപാട് ആളുകൾ നമ്മളിപ്പോൾ പോയി. പക്ഷേ ഇതിനകത്ത് സ്മൃതി നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ വീട് നഷ്ടപ്പെട്ട ആളുകളും വീട് ഭാഗികമായി തകർന്ന് വാസയോഗ്യമല്ലാത്ത ആളുകൾക്കുമുള്ള റെൻറ്റഡ് ഹൗസിനെ കുറിച്ചാണ്. പക്ഷെ അവിടെ വീട് ഇപ്പോൾ നിലവിലുണ്ട്, അവർക്ക് പരിക്കുകളുമില്ല. പക്ഷെ നമ്മളൊരു ഇവാക്വേഷൻ്റെ ഭാഗമായി അവർ ക്യാമ്പിൽ വന്നവരുണ്ട്. അവരെ ഇനി നമ്മൾ മുണ്ടക്കൈയിലേക്കും ചൂരൽമലയ്ക്കും പറഞ്ഞയക്കുന്നില്ലെങ്കിൽ ആ തീരുമാനം എടുക്കേണ്ട സർക്കാരാണ്. അവിടുത്തെ പരിശോധനയ്ക്ക് ശേഷം അവരെ നമ്മൾ റീഹാബിലിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചതിനേക്കാൾ കൂടുതലായിരിക്കും എണ്ണം. കാരണം പുഞ്ചിരി മട്ടത്തിൻ്റെ ഒരു സൈഡിലുള്ള വീടുകൾ മുഴുവൻ തകർന്നുപോയി. അത് നമ്മൾ തകർന്ന വീടിൻ്റെ എണ്ണത്തിൽ വരും. പക്ഷേ പുഞ്ചിരി മട്ടത്തിൻ്റെ അപ്പുറ സൈഡിൽ വീടുകൾ തകർന്നിട്ടില്ല, വാസയോഗ്യമാണ് റോഡ് ഉണ്ടെങ്കിൽ. പക്ഷേ അവിടെ താമസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സർക്കാരിൻ്റെ സമിതി ഇന്ന് വന്ന് പരിശോധിച്ചിട്ടുണ്ട്. അവരാണ് അങ്ങനെ നമ്മൾ അവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകളെ നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയ പ്രോസസ്സായിരിക്കും. കാരണം അത് എണ്ണം വളരെ വർദ്ധിക്കും. അവരുടെ വീടുകൾ അവിടെ നിലവിലുണ്ട്, അതിനെ ഏത് രീതിയിൽ സർക്കാർ ഏറ്റെടുക്കും എന്നുള്ളതാണ്. കാരണം ഈ വാടക വീട് കൊടുക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ പുതിയ വീട് വെച്ച് കൊടുക്കുമ്പോൾ വാടക വീട്ടിൽ നിന്ന് നേരെ പുതിയ വീട്ടിലേക്കാണ് അവർ താമസം മാറാൻ പോകുന്നത്. പക്ഷേ ഈ വീടുണ്ടായി നമ്മൾ ഇവാക്വേഷൻ്റെ ഭാഗമായി കൊണ്ടുവന്ന ആളുകൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്നുള്ള രീതിയിൽ സർക്കാർ ഒന്നും കൂടെ വ്യക്തത വരുത്തണം. കാരണം അത് പഠിക്കണം. അവിടെ അവർക്ക് താമസിക്കാൻ പറ്റില്ല എന്നാണ് വ്യക്തിപരമായി ഞങ്ങൾക്ക് തോന്നുന്നത്, അവർക്കും. അപ്പോൾ ആളുകൾ പിന്നെ പാടികളിൽ താമസിച്ച ലയങ്ങളിൽ താമസിച്ച ആളുകൾ അവർ ഇപ്പോൾ ലയങ്ങൾ നഷ്ടപ്പെട്ടു. പക്ഷേ അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാരിസൺ മലയാളം എന്ന് പറയുന്ന വലിയ സംവിധാനമുള്ള ആളുകളാണ്. അവരുടെ തൊഴിലാളികളായി വന്നവരാണ്. ശരിക്കും ആ തൊഴിലാളികളുടെ അക്കോമഡേഷൻ പൂർണ്ണമായും ഹാരിസൺ മലയാളം ലിമിറ്റഡിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിലാണ് അവർ ലയങ്ങളിൽ താമസിപ്പിച്ചത്. ആ ലയങ്ങൾ നഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു പ്ലാനും കൂടെ നമ്മൾ ഉണ്ടാക്കണം. അപ്പോൾ അതിഥി തൊഴിലാളികളൊക്കെ അവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. പക്ഷേ ബാക്കിയുള്ള ആളുകൾ ഇപ്പോൾ ഇവിടെയുണ്ട്. അപ്പം ഈ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകാവുന്ന കാര്യമല്ല. പക്ഷെ നല്ല രീതിയിൽ ചർച്ചയും കുറ്റമറ്റ രീതിയിൽ നടക്കുകയും വേണം. അതൊരു വലിയ ഏകോപനത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഇതിലൊക്കെ നമ്മൾ ഇവരോടൊക്കെ പറയുമുള്ളൊരു പ്രശ്നം, സ്മൃതി ഇവിടെ വന്നതാണ്, സ്മൃതി പൂത്തക്കൊല്ലി കണ്ടതാണ് പുത്തുമലക്കാരുടെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ. അപ്പോൾ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് നല്ല വ്യക്തതയുള്ള ആളുകളാണ് മുണ്ടക്കൈക്കാരും ചൂരൽമലക്കാരും. അപ്പോൾ ഒരു വർഷത്തെ വാടക നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞ കാരണം പുത്തുമലയിൽ അത് ലഭിച്ചില്ല. റീഹാബിലിറ്റേഷൻ പ്രോപ്പർ ആവണമെന്ന് പറയുന്നത് പുത്തുമലയിലായില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വന്ന എല്ലാ തെറ്റുകളും നമുക്ക് ഈ ഒരു പുനരധിവാസത്തിൽ തിരുത്തണം. അത് തിരുത്തേണ്ട ആവശ്യമാണ്. കാരണം ഇവർക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളതുകൊണ്ട് നമ്മൾ തിരുത്തുക. അതിനോടൊപ്പം ദിനേശ് പറഞ്ഞതുപോലെ അവരുടെ സാമ്പത്തിക ബാധ്യത കേരള ബാങ്ക് എഴുതി തള്ളിയതിനെ അഭിനന്ദിക്കുകയാണ്. അതൊരു നല്ല തീരുമാനമാണ്. പക്ഷേ അവർ മറ്റു ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകളുണ്ട്. ഇപ്പം നമ്മൾ വെറുതെ പറഞ്ഞാൽ പോലും നമ്മളൊരു മൊബൈൽ ഫോൺ വാങ്ങാൻ ബജാജിൽ നിന്ന് വായ്പ എടുത്ത ആളുകളുണ്ട്. അവർക്ക് ഫോൺ കോൾ വന്നൊരു വാർത്ത റിപ്പോർട്ടർ ചാനൽ ചെയ്തിരുന്നു. നമ്മൾ നിർത്തുകയും ചെയ്യുന്നു. പക്ഷേ ആ ആളുകൾക്ക് ഈ പണം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ആളുകൾ, വാഹനത്തിൻ്റെ വായ്പ എടുത്ത ആളുകൾ, വീട് വയ്ക്കാൻ മറ്റു ബാങ്കിൽ നിന്നെടുത്ത ആളുകൾ, ഇവരുടെ സാമ്പത്തിക ബാധ്യതയെ കൂടെ നമ്മൾ അഡ്രസ്സ് ചെയ്താൽ ഇവർക്കൊരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ. ഇവരിപ്പോഴും പേടിച്ചിരിക്കുന്നത് പലരും അവരുടെ വീട് വെച്ച ലോണിനി എങ്ങനെ അടയ്ക്കും, വണ്ടി പോയ ഒരുപാട് ആളുകളുണ്ട്, വണ്ടി പോയ ലോൺ എങ്ങനെ അടയ്ക്കും എന്നുള്ളതാണ്. അതിന് നമ്മളൊക്കെ ഒരു ലോണിന് മാനദണ്ഡമാക്കുന്നത് സിബിൽ സ്കോറാണ്. ഈ ആളുകളുടെ അടവുകൾ മുഴുവൻ തെറ്റിയാൽ സ്വാഭാവികമായി ഇവരുടെ സിബിൽ സ്കോറിന് അത് ബാധിക്കും. ഇവർക്ക് ഭാവിയിൽ ഒരിക്കൽ പോലും ഒരു ലോൺ കിട്ടാത്തൊരു സാഹചര്യം. സർക്കാർ അടിയന്തരമായി ആ സാമ്പത്തിക ബാധ്യതയുടെ കാര്യത്തിൽ ഇടപെടണം. കേന്ദ്ര സംഘത്തിന് മുമ്പിൽ നമ്മൾ കൊടുത്ത റിപ്പോർട്ടിൽ, നമ്മൾ ആവശ്യപ്പെട്ട റിപ്പോർട്ടിൽ ഈ ഫൈനാൻഷ്യൽ അസിസ്റ്റൻറ്റ് നമ്മൾ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റിന് ഇവരുടെ ലോണുകളുടെ കാര്യത്തിൽ അതൊരു മൊറട്ടോറിയം പ്രഖ്യാപിക്കുക എന്നുള്ളതല്ല. മൊറട്ടോറിയം താൽക്കാലികമാണെങ്കിൽ പോലും പലിശരഹിത മൊറട്ടോറിയം ആവണം. പക്ഷെ മറ്റുള്ള വായ്പകൾ കൂടെ ഈ നഷ്ടത്തിൻ്റെ ഭാഗമായി കണക്കാക്കിയാൽ മാത്രമേ ഇവർക്കൊരു സമാധാനത്തോടു കൂടി വാടക വീട്ടിലേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ. പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ശ്യാംരാജ്, എന്താണ് നിങ്ങൾ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുള്ള നിങ്ങളുടെ സഹായം എങ്ങനെയാണ്?
ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് മറ്റെല്ലാവരും ചെയ്തിരുന്ന പോലെ തന്നെ തുടക്കത്തിൽ തന്നെ നമ്മളവിടെ ഉണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ക്യാമ്പിൽ നേരിട്ട് നമുക്കൊരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷന് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്ന് നമുക്കറിയാം. പക്ഷേ വലിയ രീതിയിലുള്ള കളക്ഷൻ ഞാൻ അവിടെ ചെന്ന സമയത്ത്, വയനാട്ടിൽ ചെന്ന സമയത്ത് നമ്മളോട് ചോദിക്കാതെ തന്നെ പ്രത്യേകിച്ച് നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഴുവനിടങ്ങളിൽ നിന്നും വലിയ രീതിയിലുള്ള ട്രക്കുകളിൽ ഭക്ഷണ മറ്റ് നിത്യോപയോഗ സാധനങ്ങളും കൊടുത്തുവിടാൻ വേണ്ടി അവർ തയ്യാറായിരുന്നു. അവസാനം ഇത് ശേഖരിക്കുന്നതിന് ഒരു ലിമിറ്റിനപ്പുറത്തേക്കായപ്പോഴത്തേക്ക് തൽക്കാലം ഇനി അടുത്ത സ്റ്റേജിൽ മതി എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വരെ എത്തിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചൂരൽമലയിലെ അതോടൊപ്പം തന്നെ ആ പ്രദേശങ്ങളിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാമ്പുകളിലേക്ക് അവരുടെ ഈ സർക്കാർ ഈ സംവിധാനങ്ങളിലൂടെ വരാൻ വേണ്ടിയിട്ട് പോകുന്ന അവരുടെ പുനരധിവാസ സമയത്ത് ഇപ്പോൾ അവർ ക്യാമ്പുകളാണ്. ക്യാമ്പുകൾ നമുക്ക് ഭക്ഷണം മതി. അതിനുശേഷം ഇവർ ഈ വാടക വീടുകളിലോ അതല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മൾ റീഹാബിലിറ്റേറ്റ് ചെയ്യിക്കാൻ വേണ്ടി പോകുന്ന ഇടങ്ങളുണ്ട്. അവിടെ അവർക്ക് മുഴുവൻ നിത്യോപയോഗ സാധനങ്ങളും ഗ്രോസറി ഐറ്റംസ് അവർക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ വലിയ രീതിയിലുള്ളൊരു കളക്ഷൻ കൂടി നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ ബക്കറ്റ്, മഗ്, ഇപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ ഒരു വീട്ടിലേക്ക് പുതിയതായിട്ട് താമസം തുടങ്ങുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയാണോ അതിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇവരെ ആ വീടുകളിലേക്ക് ഇനി പുനരധിവസിപ്പിക്കുന്ന സമയത്ത് ആ എല്ലാ വീടുകളും കേന്ദ്രീകരിച്ച് അതിൻ്റെ വിതരണം നമ്മൾ സർക്കാർ സംവിധാനങ്ങളിലൂടെയും അതല്ല നമ്മൾ സംഘടനാ സംവിധാനങ്ങളിലൂടെയും ഉണ്ടാവുക തന്നെ ചെയ്യും. എനിക്കിതിനകത്ത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പം നമ്മുടെ ഈ ചർച്ചയിൽ പലപ്പോഴും നമ്മളൊരു മറ്റ് ചർച്ചകളുടെ ഒരു ടോൺ ആയിരുന്നില്ല, ഒരു അർദ്ധവിരാമം പല സമയത്തും നമുക്ക് വന്നു പോയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും. കാരണം ഈ ദുരന്തം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 14 ദിവസങ്ങളായെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിനെ ഏൽപ്പിച്ചിട്ടുള്ള മുറിവ് ഇപ്പോഴും ഉണങ്ങിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. നമ്മളോടൊപ്പം ഇരിക്കുന്ന ആളുകൾക്ക് അതിനപ്പുറമാണ്. നമ്മളൊക്കെ ആ സർക്കിളിന് പുറത്തുള്ള ആളുകളാണ്, നമ്മൾ കണ്ടതാണ്. പക്ഷേ അനുഭവിച്ച ആൾക്കാരുടെ വേദന അതിനപ്പുറമാണ്. അപ്പോൾ ഈ ഒരു ചർച്ച നമ്മൾ പുനരധിവാസത്തെക്കുറിച്ച് നടത്തുമ്പോൾ തന്നെ ഇനി ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചർച്ച കൂടി നാം നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം കേരളത്തിൻ്റെ നിലവിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കാണുമ്പോൾ നാം ഭാവിയിൽ കുറച്ചുകൂടി ജാഗരൂകരായിട്ട് ഇരിക്കേണ്ടതില്ലേ എന്ന് തോന്നുന്നുണ്ട്. കാരണം മറ്റൊന്നുമില്ല, ഞാനൊരു ഇടുക്കി ജില്ലക്കാരനാണ്. ഈ കഴിഞ്ഞ വേനൽക്കാലത്താണ് ആദ്യമായിട്ട് എൻ്റെ വീട്ടിലൊരു ഫാൻ വാങ്ങി വെക്കേണ്ടത്. കാരണം അതുവരെ രാത്രി കിടക്കുമ്പോൾ നമുക്കൊരു ഫാനിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഇടുക്കിയിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റാത്ത ചൂടായിരുന്നു. അതിനുശേഷം ഉണ്ടായ വലിയ രീതിയിലുള്ള മഴ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കണ്ട് ശീലിച്ച കാലാവസ്ഥയിൽ നിന്ന് നമ്മുടെ കാലാവസ്ഥ വളരെയധികം മാറിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ പഠിക്കുക, പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് പോലെയുള്ള അതോടൊപ്പം തന്നെ മലമേഖലകൾ പ്രത്യേകിച്ച് അവിടങ്ങളെ കുറിച്ച് ഒരു നല്ലൊരു സ്റ്റഡി ചെയ്യുക. എന്നിട്ട് തീർച്ചയായും ശ്യാം, അതിനടക്കമുള്ള സഹായമാണ് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് നൽകിയ കുറിപ്പിലുള്ളത്. ഇനിയിപ്പോൾ സമഗ്രമായ ഒരു മെമ്മറാണ്ടം തന്നെയാണല്ലോ സമർപ്പിക്കാനിരിക്കുന്നത്. അതിൽ ഈ കാര്യങ്ങൾ കൂടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സമയക്കുറവ് മൂലമാണ്. അടുത്ത ദിവസം വീണ്ടും നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. വളരെ നന്ദി മിനിസ്റ്റർ മുഹമ്മദ് റിയാസ്, ഒപ്പം തന്നെ സംഷാദ് മരക്കാർ, പി ശ്യാംരാജ്, ദിനേശ്, രജീഷ് ചർച്ചയിൽ പങ്കെടുത്തതിന്.